എവരിവൺ, ഇന്ന് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാട്ടോ പറയാൻ പോകുന്നത്. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉറങ്ങിക്കൊണ്ട് എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ഗോയിങ് ടു മൈ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഉറക്കത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത ആളുകളായിരിക്കും. രാത്രിയൊക്കെ ഒത്തിരി അധികം മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ തന്നെ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇന്ന് 99% ആളുകളിലും നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല, എല്ലാവരും അല്ല, ഒരു ഒബസ് ആയുള്ള ആളുകളിൽ 75% ആളുകളിൽ കൂടുതൽ ആളുകളും സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എന്ന് വെച്ചാൽ ശരിയായ രീതിയിൽ ഉറങ്ങാത്ത ആളുകളായിരിക്കും. ശരിയായ രീതിയിലുള്ള ഉറക്കം എന്ന് വെച്ചാൽ ഒത്തിരി അധികം ഉറങ്ങാനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ആസ് എ ഹ്യൂമൻ ബീങ് 6 to 7 hours ഓഫ് സ്ലീപ്പ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. സോ അത്തരം ആ ഒരു ഡ്യൂറേഷനിൽ ഉറങ്ങാത്ത ആളുകളിൽ ഒബസ് അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. സോ എങ്ങനെയാണ് ഉറക്കം വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആദ്യം എന്താ ചെയ്യുക? നന്നായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യില്ലേ? നമ്മൾ എങ്ങനെയാണ് ഒരു വെയിറ്റ് ലോസ് ഡയറ്റ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് എന്താ പറയുക ട്രൈ ചെയ്യുന്നത്, അതേപോലെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ. വെയിറ്റ് ലോസ് ഡയറ്റ് എത്രത്തോളം പ്രാധാന്യമുണ്ടോ, ഒരു വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരു ഡയറ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ, അതേപോലെ തന്നെയാണ് നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഡ്യൂറേഷനും വെയിറ്റ് ലോസുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ഷോർട്ട് സ്ലീപ്പ് ഉള്ള ആളുകൾ എന്ന് വെച്ചാൽ 6 മുതൽ 7 മണിക്കൂറിൽ കുറവ് ഉറങ്ങുന്ന ആളുകളിൽ BMI കൂടാനുള്ള ചാൻസ് ഉണ്ട്. BMI മാത്രമല്ല, BMI എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. BMI മാത്രമല്ല, നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസസ്, അതുപോലെ ബെല്ലി ഫാറ്റ്, ഇതൊക്കെ കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കേട്ടോ. അതുപോലെ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാത്ത കാര്യമാണ്, നമ്മുടെ ഉറക്കത്തിൻ്റെ അളവ് കുറയുമ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഒത്തിരി അധികം കാലറീസ് ഉള്ള ഫുഡ് കഴിക്കാനായിട്ട് തോന്നും. കാലറീസ് എന്ന് വെച്ചാൽ എംപ്റ്റി കാലറീസ് ഉള്ള ഫുഡ് കഴിക്കാനായിട്ട് തോന്നും. എന്ന് വെച്ചാൽ ഹൈ ഫാറ്റ് ഫുഡ്സ്, ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ്സ്, ഇത് രണ്ടും കഴിക്കാനുള്ള ടെൻഡൻസി കൂട്ടാനുള്ള കഴിവ് നമ്മുടെ ഉറക്കത്തിനുണ്ട്. സോ സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റർബ്ഡ് ആയി കഴിഞ്ഞാൽ ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ്സും ഹൈ ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡ്സും കഴിക്കാനുള്ള ടെൻഡൻസി കൂടും. സോ ഒബ്വിയസ്ലി നമ്മുടെ വെയിറ്റും കൂടും. നമ്മുടെ ശരീരത്തിൽ 2 ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്. കുറേ ഹോർമോൺസ് ഉണ്ട്. അതിലിപ്പോൾ ഞാൻ എടുത്ത് പറയുന്നത് 2 ടൈപ്പ് ഓഫ് ഹോർമോൺസിനെ കുറിച്ചാണ്. ഒന്ന് ഗ്രലിൻ എന്ന് വെച്ചാൽ നമുക്ക് വിശപ്പുണ്ടാക്കുന്ന ഹോർമോൺ, പിന്നെ ഒന്ന് ലെപ്റ്റിൻ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ മതി മതി എന്ന് പറയുന്ന ഒരു ടെൻഡൻസി തരുന്നൊരു ഹോർമോൺ കേട്ടോ. സോ ഉറക്കം കുറയുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഗ്രലിൻ്റെ അളവ് കൂടും. സോ നമ്മുടെ വിശപ്പിൻ്റെ അളവ് കൂടും. നമ്മൾ ഒത്തിരി അധികം ഫുഡ് കഴിക്കാനുള്ള ചാൻസും കൂടും. അതേപോലെ ഉറക്കത്തിൻ്റെ സൈക്കിൾ എന്ന് വെച്ചാൽ സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നമ്മുടെ ലെപ്റ്റിൻ്റെ അളവ് കുറയും. എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ മതി മതി എന്ന് പറയുന്ന ഹോർമോൺ ഇല്ലേ, അതിൻ്റെ അളവ് കുറയ്ക്കും. സോ നമുക്ക് ഫുഡ് ഒത്തിരി അധികം കഴിക്കാനുള്ള ടെൻഡൻസിയും കൂടും. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഉറക്കം കുറയും തോറും നമുക്ക് ഒത്തിരി അധികം ഫുഡ് കഴിക്കാനുള്ള ടെൻഡൻസി കൂടും, നമ്മൾ വെയിറ്റ് കൂടും. പിന്നെ അതേപോലെ ഉറക്കം കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ കൂടും. കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഹോർമോൺ കൂടും. ഈ സ്ട്രെസ് ഹോർമോൺ കൂടുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് സ്റ്റോറേജ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഗ്രാജുവലി ഫാറ്റ് ബിൽഡ് ചെയ്ത് നമ്മൾ വെയിറ്റ് കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. നമ്മുടെ ഉറക്കം കുറയുമ്പോൾ നമുക്ക് അപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അത് ഗ്രാജുവലി ഒത്തിരി അധികം കാലറീസ് ഉള്ള ഫുഡ് കഴിക്കാൻ കാരണം ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകളിൽ മാത്രം കുറച്ച് സ്റ്റഡീസ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം കുറവുള്ള ആളുകൾ 385 കിലോ കാലറീസ് ഒരു ദിവസം എക്സസീവ് ആയിട്ട് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ 385 കിലോ കാലറീസ് ഒന്നും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്ന് വരുന്നതല്ല കേട്ടോ. അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സോഴ്സസ് ലൈക്ക് ചോക്ലേറ്റ്സ്, ഫാറ്റ്, കാർബണേറ്റഡ് ബീവറേജസ്, സാച്ചുറേറ്റഡ് ഫാറ്റ്സ്, ട്രാൻസ് ഫാറ്റ്, ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന കാലറീസ് ആണ്. സോ അത് ശരീരത്തിന് വളരെ മോശമായിട്ട് ബാധിക്കും. വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വേറെയും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള കാരണമുണ്ട്. സോ അഡിക്വേറ്റ് ആയിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വെയിറ്റ് ലോസ് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് കേട്ടോ. നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. സോ നമ്മുടെ ഉറക്കം കുറയുമ്പോൾ അത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. അത് ക്രമേണ ടെംപ്റ്റിംഗ് ഫുഡ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ലൈക്ക് ടെംപ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ്സ് എല്ലാവർക്കും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ്സ് ആയിരിക്കും, ചില ആളുകൾക്ക് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്സ് ആയിരിക്കും, ചില ആളുകൾക്ക് ഗ്രിൽഡ് ആയിട്ടുള്ള ഫുഡ്സിനോടായിരിക്കും ഇഷ്ടം. സോ ഇങ്ങനെയുള്ള ടെംപ്റ്റിംഗ് ഫുഡ്സ് എല്ലാ ആളുകൾക്കും ഉണ്ട്. ആസ് എ ഹ്യൂമൻ ബീങ് എല്ലാവർക്കും ടെംപ്റ്റിംഗ് ഫുഡ്സ് ഉണ്ട്. സോ അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത്. ഉറക്കം കുറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഡിസിഷൻ മേക്കിങ്ങിനെ അത് ബാധിക്കും. അതുമൂലം നമുക്ക് ടെംപ്റ്റിംഗ് ഫുഡ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള ഒരു എബിലിറ്റി കുറയും. സോ ഗ്രാജുവലി ഒരു 3-4 ഡേയ്സ് ഒക്കെ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മുടെ പുവർ സ്ലീപ്പിംഗ് പാറ്റേൺസ് എന്താ ചെയ്യുക, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. അത് പോയി നമ്മൾ ഫൈനലി ടെംപ്റ്റിംഗ് ഫുഡ്സിൽ കൊണ്ടുവന്ന് എത്തിക്കും. നിറയെ ടെംപ്റ്റിംഗ് ഫുഡ്സ് നമ്മൾ കഴിക്കും. അത് കാലറി കൂടും, വെയിറ്റ് കൂടും. പിന്നെ എൻ്റെ എല്ലാ പേഷ്യൻസിനോട് ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് ലേറ്റ് നൈറ്റ് ഈറ്റിംഗ് അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് സ്നാക്കിംഗ്. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് സ്നാക്ക് ചെയ്യുന്ന ഹാബിറ്റോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ഹാബിറ്റോ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ആദ്യം കട്ട് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അത് മാത്രമല്ല, നമ്മൾ ലേറ്റ് നൈറ്റ് സ്നാക്കിംഗ് എന്ന് പറയുന്നത് നമ്മളെ പെട്ടെന്ന് വെയിറ്റ് കൂട്ടും. ഓക്കെ, ഒരുപാട് റിസർച്ച് പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലേറ്റ് നൈറ്റിൽ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് കൂടുന്നത് എന്നുള്ളത്. സോ നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നമ്മൾ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന സമയത്ത്
നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ ക്രേവിങ്സ് കൂടും. ഈവൻ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളാണെങ്കിലും ഫോളോ ചെയ്യാത്ത ആളുകളാണെങ്കിലും രാത്രി സമയത്ത് ക്രേവിങ്സ് കൂടുതലായിരിക്കും. സോ രാത്രി സമയങ്ങളിൽ നമ്മുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഫുഡ്സ് ഉണ്ടോ, ലൈക്ക് ഐസ്ക്രീം ഓർ ജങ്ക് ഫുഡ്സ്, ഇങ്ങനെയുള്ള ഫുഡ്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഭാര്യ വലിച്ച് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കേട്ടോ. സ്ലീപ്പ് സൈക്കിൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ. സോ കഴിവതും നേരത്തെ കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. രാവിലെ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് കാലറിയുള്ള ഫുഡ്സ് കഴിക്കുന്നുണ്ടെന്നും കുഴപ്പമില്ല. ബട്ട് അത് തന്നെ നിങ്ങൾ രാത്രി കഴിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് യുവർ മെറ്റബോളിസം. അത് പിന്നെ വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, പുവർ സ്ലീപ്പ് വിൽ അഫക്ട് യുവർ മെറ്റബോളിസം. നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ മെറ്റബോളിസം. സോ ഈ മെറ്റബോളിസം കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് മീൻസ് ഒരു ഹെൽത്തി വേയിൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. മെറ്റബോളിസം പുവർ ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ എന്തൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും വെയിറ്റ് ലോസിന് ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടാതിരിക്കുക. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. സോ നിങ്ങൾ അഡിക്വേറ്റായിട്ട് ഉറങ്ങിയിട്ടില്ല, 6 to 7 മണിക്കൂർ വരെ നിങ്ങൾക്ക് തീരെ ഉറക്കം ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് യുവർ മെറ്റബോളിസം. നിങ്ങളുടെ മെറ്റബോളിസം കുറയും, നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണീനെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ലീപ്പ് നന്നായിട്ടുണ്ടെങ്കിൽ, അഡിക്വേറ്റ് ആയിട്ട് സ്ലീപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിനെ അത് ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോഴത്തെ ജനറേഷൻ മാത്രമല്ല, എല്ലാ ഏജ് ഗ്രൂപ്പ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും ഫിസിക്കലി ഇനാക്റ്റീവ് ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ആക്ച്വലി ഫിസിക്കലി ഇനാക്റ്റീവ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ അത് മോശമായിട്ട് ബാധിക്കും. ഇപ്പം നമ്മൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ സഡൻ കാർഡിയക് അറസ്റ്റ് ഒക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. സോ അഡിക്വേറ്റ് ആയിട്ട് സ്ലീപ്പ് 6 to 7 hours സ്ലീപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആകും, നമ്മുടെ ലൈഫ് സ്പാൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇഫ് യു ആർ ട്രൈങ് ടു lose weight, if you want to be healthy, adequate ആയിട്ട് സ്ലീപ്പ് എന്തായാലും ഉണ്ടായിരിക്കണം. 6 to 7 hours എങ്കിലും ഒരു ദിവസം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുവരെ ബൈ.